ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഡേ 7 ആണ്, നമ്മുടെ റിവിഷൻ ടൈമാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും റിവിഷൻ നന്നായിട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആഴ്ച എടുത്ത കേരള ചരിത്രം മുഴുവനായിട്ട് നമ്മളൊരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണിക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കാണാം. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആൻസർ കീ കൊടുക്കും. അപ്പോൾ ആ ആൻസർ കീയും ഈ വീഡിയോയിൽ തന്നെ ഉണ്ടായിരിക്കും. ലാസ്റ്റ് ആൻസർ കീ ആയിരിക്കും. അപ്പോൾ ആൻസർ കീ വെച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക എത്ര മാർക്ക് ഉണ്ടാവും എന്നുള്ളത് ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അത് ഞാൻ നിർബന്ധം പറയുന്നില്ല. ചിലർക്ക് മാർക്ക് കുറവായിരിക്കും, അതൊന്നും പ്രശ്നമല്ല, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ മാർക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് പ്രയോജനപ്പെട്ടു എന്നുള്ളൊരു കമൻറ്റെങ്കിലും രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ മോക്ക് ടെസ്റ്റിൽ ഞാൻ ചോദ്യം വായിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാം, വായിക്കാം. ഇത് ഒരു നിശ്ചയ സമയത്തേക്ക് ഓരോ സ്ലൈഡും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുന്നേ ചോദ്യങ്ങൾ മാറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് പോസ് ചെയ്ത് വെച്ച് ആൻസർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ആൻസർ കീയും കൂടി ഇതുപോലെ കൊടുക്കും. അത് നോക്കി നിങ്ങൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. മാർക്ക് കുറഞ്ഞവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, മാർക്ക് രേഖപ്പെടുത്തിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉപകാരപ്പെട്ടു എന്നുള്ളൊരു കമൻറ്റ് രേഖപ്പെടുത്താം. ഈ 50 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഇതാണ് ആൻസർ കീ വെച്ചിട്ട് ഉത്തരങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണം. ഓക്കെ. അപ്പോൾ നാളെ ഡേ 8 ആണ്. അതിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.